യൂദായുടെ ലേഖനം ഒരു പഠനം. പാർട്ട് നമ്പർ 12. പാതാളത്തിന്റെ 6 ഭാഗങ്ങളെക്കുറിച്ചായിരുന്നു നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഒന്നാമത്തെ മുകളിലത്തെ പാതാളത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. രണ്ടാമതാണ് അധമ പാതാളം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ഭാഗമാണ് പിളർപ്പ് എന്ന വാക്കിൽ അറിയപ്പെടുന്നത്. മുകളിലത്തെയും താഴത്തെയും പാതാളങ്ങൾ തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലത്തെയാണ് പിളർപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ ധനവാന്റെയും ലാസറിന്റെയും ഉപമ പറയുമ്പോൾ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കടക്കുവാനാകാത്ത പിളർപ്പുകൾ അധമ പാതാളത്തിലുണ്ട് എന്നതുകൊണ്ടാണ് ഈ വാക്ക് ഉദ്ദേശിക്കുന്നത്. നാലാമത് അധമ പാതാളം എന്ന അർത്ഥത്തിലാണ്. അധമ പാതാളത്തിന്റെ ഒരു ഭാഗമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യഹൂദ പാരമ്പര്യം പറയുന്നത് സ്വന്തം ആത്മാവിനെ കൊലപ്പെടുത്തിയ മനുഷ്യന്റെ ആത്മാക്കൾ യാതനാസ്ഥലത്ത് റിമാൻഡിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുമ്പോൾ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ അന്ധകാരത്തിന്റെ ചങ്ങലയിട്ട് മഹാദിവസത്തിന്റെ വിധിക്കായി അഥവാ ടറാട്രസിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ്. ഇതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വേദഭാഗത്ത് കാണുന്നത്. സ്പർശിക്കത്തക്ക ഇരുൾ എന്നതാണ് അതിന്റെ അർത്ഥം. ഒരു വ്യക്തി ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തവണ്ണം ഇരുൾ അവനെ ബന്ധിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. നാം കാണുന്ന ഇരുൾ പോലെയല്ല, സ്പർശിക്കത്തക്ക ഇരുൾ എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അഞ്ചാമത് അഗാധ കൂപം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. അടിത്തട്ടില്ലാത്ത ആഴമുള്ള ഇടം എന്നാണ് അഗാധകൂപം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യവും വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യവും ഈ ഭാഗം വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു കൂട്ടം ദുർഭൂതങ്ങളെ ഇട്ടടച്ചിരിക്കുന്ന സ്ഥലമാണ് അഗാധകൂപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരുവാനിരിക്കുന്ന മഹോദരവ കാലയളവിൽ ഈ ദുർഭൂതങ്ങളെ അവിടെ നിന്നും സ്വതന്ത്രമാക്കുകയും അവ മനുഷ്യരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നതായി വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുക കൊണ്ട് നിറഞ്ഞ ഭീകരമായ ഈ ജയിൽ ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട സ്ഥലമാകുന്നു എന്ന് നാം മനസ്സിലാക്കാം. ആറാമത്തതും അവസാനത്തതുമായ സ്ഥലമാണ് അഗ്നി പൊയ്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. സകല നീതിമാന്മാരുടെയും നിത്യവാസസ്ഥലം സ്വർഗമായിരിക്കുന്നത് പോലെ സർവപാപികളുടെയും വീണുപോയ ദൂതന്മാരുടെയും വാസസ്ഥലം അഗ്നി പൊയ്കയായിരിക്കും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വേദഭാഗം ചിന്തിക്കാം. നരകം ഒരു യാഥാർത്ഥ്യവും ദൈവനീതിയുടെ സാക്ഷ്യസ്ഥാനവുമാണ് എന്ന് ചിന്തിക്കാം. ദൈവം മനുഷ്യനായി ഒരിക്കലും നരകം ഒരുക്കിയിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ്. മനുഷ്യൻ സ്വമനസ്സാൽ രക്ഷിതാവിനെ തിരസ്കരിച്ച ശേഷം പാപത്തിന്റെ ഘോരമായ പ്രദർശന സ്ഥലമായ നരകം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് വാസ്തവം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം. നിത്യനരകത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന 162-ൽ പരം വേദഭാഗങ്ങൾ തിരുവെഴുത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ 90 വാക്യങ്ങൾ നമ്മുടെ കർത്താവ് അരുളി ചെയ്ത ഭാഗങ്ങളാണ്. ഈ നിത്യദണ്ഡന സ്ഥലത്തെ അഗ്നിനരകം, നിത്യനരകം, നിത്യദണ്ഡനം, തീപ്പൊയ്ക എന്നീ നിലയിൽ വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത്. നരകം നിത്യമായിരിക്കുന്നത് പോലെ നരകയാതനയും നിത്യമാണ്. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകുമെന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 46-ാം വാക്യത്തിൽ കാണുന്നു. ആ നിത്യദണ്ഡന സ്ഥലത്ത് അഗ്നിയുള്ളതായി മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ കാണുന്നു. പുഴുക്കളുള്ളതായി മർക്കോസ് 9-44 കാണുന്നു. ഗന്ധകമുള്ളതായി വെളിപ്പാട് പുസ്തകം 19-20 കാണുന്നു. പുകയുള്ളതായി വെളിപ്പാടിൽ 14-11 കാണുന്നു. ഇരുട്ടുള്ളതായി മത്തായി 8-12 കാണുന്നു. ഇങ്ങനെയുള്ള നരകം തിരഞ്ഞെടുക്കുന്നത് എത്രയോ ബുദ്ധിമോശമാണ് എന്ന് ഇപ്പോൾ നാം ചിന്തിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നത് എത്രയോ നന്നായിരിക്കും എന്നുള്ളത് ഓർക്കുക. യൂദ നമ്മെ പഠിപ്പിക്കുന്നതായ കാര്യം, ദൈവത്തിനെതിരെ മത്സരിച്ചതായിരിക്കുന്ന, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി
എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ഓർപ്പിക്കുമ്പോൾ ദൈവമക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും ദൂതന്മാർക്ക് വന്ന പരാജയം ജീവിതത്തിൽ സംഭവിക്കാതെ, അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ, ജീവിതം കൃപയോടും മനോഹരവുമായി ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഗോഡ് ബ്ലെസ് യു.